ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ പ്രവാചകരെ കണ്ടു നോമ്പനുഷ്ഠിക്കുന്നവരായി. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാൻ മാസം വന്നപ്പോ തങ്ങൾ ഇങ്ങനെ നോമ്പ് പിടിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട് ചോദിക്കുകയാ, മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ശഅബാനിൽ ഇങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്തിലായി നിലകൊള്ളുന്നത് എന്തിനാ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബ വ റമളാൻ. ഇതൊരു മാസമാണ്, ഇത് പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമായ റമളാൻ മാസം, ഏറ്റവും ശ്രേഷ്ഠമായ മാസം. ആ റമളാനിനും പവിത്രമാക്കപ്പെട്ട മാസമായി ഖുർആൻ പറഞ്ഞ 4 മാസങ്ങളിൽ ദുൽഹിജ്ജ, ദുൽഖഅദ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളിൽ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട റജബിന്റെയും ഇടയിലുള്ളതാകുന്ന ഈ ശഅബാൻ മാസം പലരും അമൽ ചെയ്യാതെ അശ്രദ്ധരായി പോകുന്നുണ്ട്. ഇത് അശ്രദ്ധയുടെ മാസമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇബാദത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നോമ്പ് പിടിച്ച് നിലകൊള്ളുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? നമുക്ക് അശ്രദ്ധ ബാധിച്ചില്ലേ? റജബ് വന്നപ്പോ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ആ റമളാൻ എന്നൊരു ഓർമ്മ ചിന്തയിൽ വന്നായിരുന്നു. പിന്നെ അതിങ്ങനെ ദ്വാരന്ന് ശഅബാനൊക്കെ എത്തി പതങ്ങ് വിട്ട്. ഇപ്പൊ ദ്വാരക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് ഇല്ല, റമളാൻ വരുന്നു എന്നുള്ളൊരു ചിന്തയില്ല. അത് വരുന്നത് ലാസ്റ്റ് 2 ദിവസം മുമ്പായിരിക്കും, ശഅബാൻ തീരാറാവുമ്പോൾ. ശഅബാനിൽ ഞാനിങ്ങനെ നോമ്പ് പിടിക്കുന്നത് ഗഫലത്തിന്റെ മാസമായതുകൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയുടെ മാസമാണ്. അതുകൊണ്ട് ആ അശ്രദ്ധയിൽ നിന്ന് വിട്ടിട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, അതിൽ നിന്ന് തന്നെ ഒരുപാട് പാഠം ഉണ്ടാവും. ഒറ്റ വാക്കിൽ, അശ്രദ്ധരാകുന്ന സമയവും സന്ദർഭമാണ് നമ്മൾ ഇബാദത്ത് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രാത്രി എല്ലാവരും ഉറങ്ങും. അപ്പോ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിട്ട് നീ നിർനിദ്രനായി 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് അല്ലാഹു ശ്രദ്ധിക്കും. നബിയുടെ ഒറ്റ വാക്കിൽ നിന്ന്, നബിയുടെ ചില വാക്കുകൾ എങ്ങനെയാണ്? മൂജസാൻ. ഖുർആനും മൂജസാണ്, റസൂലുള്ളാഹിന്റെ വാക്കും മൂജസാൻ. കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ജനങ്ങൾ അശ്രദ്ധരാകുന്നതായ മാസമാണ്. അങ്ങനെ നബി പറഞ്ഞു നിർത്തിയത്. സല്ലൂ ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധ വേളയിൽ നിങ്ങൾ നിസ്കരിക്കൻ, എങ്കിൽ വളരെ റാഹത്തായി സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിതങ്ങൾ പറഞ്ഞു നിർത്തിയില്ല. നബിതങ്ങൾ പറഞ്ഞു, വഹുവ ശഹ്റുൻ, ഇതൊരു മാസമാണ്. അശ്രദ്ധയുടെ മാസം മാത്രമല്ല, തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിലേക്ക് വർഷത്തിൽ ഒരു മനുഷ്യൻ ചെയ്തതാകുന്ന അമലുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന മാസമാണ്. നമ്മുടെ അമലുകളെ 3 രീതിയിലാണ് അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകുക. ഒന്ന്, എല്ലാ ദിവസവും കൊണ്ടുപോകുന്നുണ്ട്, എല്ലാ ദിവസവും അമലിനെ ഉയർത്തപ്പെടും. മറ്റൊന്ന്, ആഴ്ചയിൽ ഉയർത്തപ്പെടും 2 പ്രാവശ്യം. മൂന്നാമത്തത്, വർഷത്തിൽ ഉയർത്തപ്പെടും. എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നതാകുന്ന സമയമാണ് അസറിന്റെ സമയവും സുബഹിക്ക് ശേഷം. രണ്ടാമത് അമലുകളെ ഉയർത്തപ്പെടുന്നത് ആഴ്ചയിലാണ്, ആഴ്ചയിൽ ഉയർത്തപ്പെടും. 3 രീതിയിലാണ് അമലുകളെ ഉയർത്തപ്പെടുക. ഒന്ന് ദിവസത്തിൽ എപ്പോൾ? ഒന്ന് സുബഹിക്ക് ശേഷവും അസറിന് ശേഷം. ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും. തുഅറദുൽ അമാലു യൗമൽ ഇത്നൈനി വൽ ഖമീസ് ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എല്ലാ ആഴ്ചകളിൽ നിന്ന് 2 ദിവസങ്ങൾ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, മുഅ്മിനായ മനുഷ്യന്റെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിം. നന്മകൾ ചെയ്ത മുസ്ലിമേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞത്. കാരണം അല്ലാഹുവിലേക്ക് നിന്റെ അമലുകളെ ഉയർത്തപ്പെടുമ്പോ നീ നോമ്പുകാരനായിരിക്കൽ പവിത്രമാണ്. നബിയെ, വ്യാഴാഴ്ച ദിവസത്തിന്റെ മഹിമ നിങ്ങൾക്കറിയാം. തിങ്കളിന്റെ മഹത്വം എന്താണ്? നബി പറഞ്ഞു, ഫീഹി ഉലിതു, ഒരു തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. അതുകൊണ്ട് സുന്നത്ത് നോമ്പ് ശ്രേഷ്ഠതയാണ്.
പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയായി പറയുന്നു, തുർഫഉ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നതായ മാസമാണ് ശഅബാൻ. വർഷത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്നത് ശഅബാനിന്റെ മാസമാണ്. ഫഉഹിബ്ബു അൻ ഉർഫ അമലി വഅന സായിം. എന്റെ അമലിന് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന വേളയിൽ ഞാൻ നോമ്പുകാരനാകൽ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത്. 3 രീതിയിൽ ഉയർത്തപ്പെടുന്നത്. ഒന്ന് ദിവസത്തിൽ പറഞ്ഞു, ആഴ്ചയിൽ പറഞ്ഞു, തിങ്കളും വ്യാഴവും, പിന്നെ വർഷത്തിൽ ഉയർത്തപ്പെടും. ശഅബാൻ അമലുകൾ ഉയർത്തപ്പെടുന്നതാണ്. വർഷത്തിലുള്ള അമലുകൾ, നമ്മൾ ചെയ്ത എല്ലാ നന്മ തിന്മകളും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഈ ശഅബാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്ത് വേണം? സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം ഈ ശഅബാനിൽ. എങ്ങനെ? തിങ്കളും വ്യാഴവും, അല്ലെങ്കിൽ 13, 14, 15, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചൊന്ന് പരിചയിച്ചിട്ട് വേണം റമദാനിനെ വരവേൽക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ 15-ന് ശേഷം നോമ്പ് ഇങ്ങനെ നിത്യമായി പിടിക്കുന്നതിന് പണ്ഡിതന്മാർ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വയഹ്റുമു, ഹറാമാണെന്ന് പറഞ്ഞ് ഫത്വൽ മുഈൻ ഇബാറത്തിട്ടുണ്ട്. വയഹ്റുമു ബഅദ നിസ്ഫി ശഅബാൻ, ശഅബാനിന്റെ പകുതിക്ക് ശേഷം നോമ്പ് പിടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ നിത്യമായി പിടിക്കൽ ഹറാമാണ്. മാലം യുവാഫിഖുഹു ആദത്തുൻ, അവന്റെ പതിവ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പതിവ് നേരത്തെ മുതൽ 1 മുതൽക്ക് എല്ലാ വർഷവും പിടിക്കലാണ്. 15 ശേഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പിടിച്ചങ്ങനെ പോരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആദത്ത പതിവ്, അവന് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചയായ നോമ്പുണ്ടായിരുന്നു, സുന്നത്ത് നേർച്ചയാക്കി, അല്ലെങ്കിൽ ഒരു അസുഖം വന്നപ്പോഴത്തേക്കും 3 ദിവസം നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കി. ആ നേർച്ചയാക്കിയ നോമ്പ് റമദാൻ വന്ന പാടല്ലേ, അതിനു മുമ്പ് നേർച്ച വീട്ടുക. അല്ലെങ്കിൽ ഒരു ഖളാ വീട്ടുക, റജബ് 27 നോമ്പ് ഖളാ വീട്ടി, അല്ലെങ്കിൽ മുമ്പത്തെ ഏതെങ്കിലും ഫർളാക്കപ്പെട്ട നോമ്പ് ഖളാ വീട്ടി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 15-ന് ശേഷവും പിടിക്കാം എന്ന് പണ്ഡിതന്മാർ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞത്, നോമ്പ് പിടിക്കാൻ ഉസ്താദ് വലിയ മസല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫത്വൽ മുഈനിൽ അത് മുല്യാര് കണ്ടില്ല എന്ന് തോന്നുന്നു. പറയണ്ട, അതൊക്കെ കണ്ടിട്ട് തന്നെയാ പറയുന്നത്. അത് നിത്യമായി പിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ ദിവസവും അടുപ്പിച്ച് പിടിക്കുക, അത് വേണ്ട എന്നാണ്. പരിചയിക്കുക, നോമ്പ് പരിചയിക്കാൻ പറ്റിയ മാസമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തിന് വരവേൽക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ടി ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റൊരു ഏറ്റവും വലിയ ശ്രേഷ്ഠത ഈ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ സലാത്തിൻ്റെതാകുന്ന കൽപ്പന കൊണ്ട് ഇറക്കപ്പെട്ട ആയത്ത് ഇറങ്ങിയത്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയത് ഈ മാസത്തിലാണ്. ധാരാളം ആയത്ത് ഇറങ്ങിയുണ്ട്, കിബില മാറ്റം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ആയത്ത് ഇറങ്ങിയത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ വശഅബാനു അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ, ധാരാളം സലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.